കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇത്തരണയിൽ രേഖപ്പെടുത്തുന്നു. ഈ പ്രഭാത സമയത്ത് അവൻ സ്തോത്രം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണ്, ബൈബിൾ പഠിക്കുന്നവരാണ്. എന്നാൽ ഈ വചനം എനിക്ക് തോന്നുന്നു എല്ലാ പ്രിയപ്പെട്ടവരും വായിക്കുന്നവരാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ശത്രുവിന് ഇടം കൊടുക്കരുത്. അവൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശത്രുവിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട്. പ്രധാനമായിട്ടും പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ശത്രു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും മാത്രമേ. അപ്പോൾ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവൻ ചെയ്യുന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള അവൻ സ്തോത്രം ആ ഒരു ബന്ധത്തെ അളക്കും. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ. കാരണം അവന് നന്നായിട്ട് അറിയാം, നമ്മളും ദൈവം തമ്മിലുള്ള ബന്ധത്തെ അകത്ത് മാറ്റിയാൽ മാത്രമേ മറ്റുള്ള ബന്ധങ്ങളെ അവൻ അകത്ത് മാറ്റാൻ കഴിയത്തുള്ളൂ. രക്തബന്ധങ്ങളെ അകത്ത് മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധത്തെ അകത്ത് മാറ്റും. ആമേൻ. നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളെ അവൻ അകത്ത് മാറ്റും. നമ്മുടെ ചാർച്ചക്കാരുമായിട്ടുള്ള ബന്ധത്തെ അവൻ അകത്ത് മാറ്റും. എന്നാൽ പിശാചിന് ഇടം നാം കൊടുക്കല്ല. രണ്ടാമത് അവന് മുടിക്കും. ഒരു കുടുംബത്തിൽ അവൻ വന്നു കഴിഞ്ഞാൽ അവന് മുടിക്കും. കാരണം വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൽ നിൽക്കുന്ന സമാധാനത്തെ മുടിക്കുന്നത് ശത്രു തന്നെയാണ്. ആ കുടുംബത്തിൽ നിൽക്കുന്ന സന്തോഷത്തെ മുടിക്കുന്നത് ശത്രു തന്നെയാണ്. ആ കുടുംബത്തിലെ സകലത്തെയും മുടിച്ചു കളയുന്നത് ശത്രു തന്നെയാണ്. പിന്നെ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, മോഷ്ടിക്കും. ആദ്യം മോഷ്ടിക്കുന്നത് അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തെയാണ് അവൻ മോഷ്ടിക്കുന്നത്. 2, നമ്മുടെ ശരീരത്തിൽ അവന് വസിക്കുവാൻ അവസരം കൊടുത്താൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അവൻ മോഷ്ടിച്ചെടുക്കും. ഇന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശത്രുവിന് ഇടം കൊടുക്കാതെ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുവിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ തന്നെ അവൻ തകർത്ത് തരിപ്പണമാക്കുക തന്നെ ചെയ്യും. ഇവിടെ വചനം എടുത്തു പോയെന്ന്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഇനി നമ്മൾ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരം പറയുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെന്ന അറിയാത്തവരല്ലല്ലോ. അപ്പോൾ സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വചനം എടുത്തു പറയുന്നു, ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവന് ഇടം കൊടുക്കല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവന് ഇടം കൊടുത്താൽ മോഷ്ടിക്കും, അവക്കും മുടിക്കും. അടുത്ത് സാത്താൻ നമ്മളെ തോൽപ്പിക്കല്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിൻ്റെ തന്ത്രം തന്നെയാണ് 2 ആവേശവും നമ്മളിപ്പോൾ വായിച്ച ഭാഗം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഇതവൻ്റെ തന്ത്രമാണ്. നമ്മൾ ഈ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ നാളുകൾ വളരെ പ്രാർത്ഥനയോടെ നാം മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇടം കൊടുക്കേണ്ടത് ശത്രുവിനല്ല, ദൈവത്തിനാണ് ഇടം കൊടുക്കേണ്ടത്. ദൈവത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വന്തം നമ്മുടെ ജീവിതത്തിൽ തന്നെ ജീവനും സമൃദ്ധിയും ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ നാളുകളിൽ ശത്രുവിന് ഇടം കൊടുക്കാതെ നാം വളരെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ചില അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. അവൻ സ്വന്തം ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസന വാക്കുമാവാത്തവനുമായി കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ചും ഈ സ്തോത്രം വീഡിയോസ് ഈ തിരുവചനം ഈ വീഡിയോയിൽ കൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശത്രുവിന് ഇടം കൊടുക്കാതെ
അവരുടെ ആത്മീയ ജീവിതത്തെ അവർ പൊതിഞ്ഞു സൂക്ഷിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്താൻ ശക്തീകരിക്കണം. ദൈവമായ കർത്താവ് അവരുടെ ആത്മീയ ജീവിതത്തെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ നാളുകളിൽ ശത്രുവിന് ഇടം കൊടുക്കാതെ യേശുവിന് ഇടം കൊടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കണം. ദൈവനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.